ന്യൂയോർക്കിലെ യുഎന്നിൽ നടന്ന സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് മടങ്ങിയ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമാനത്തിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയ ഹൂത്തികൾ. എന്നാൽ ഈ മിസൈൽ ആക്രമണം അയൺ ഡോം ഉപയോഗിച്ച് ടെൽ അവീവിന് സമീപം ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞ് ഇസ്രായേൽ അതിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഏതായാലും ഈ ഒരു ആക്രമണം ഇറാൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നു. ഹൂത്തികൾക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകി അവരെ കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുവാനുള്ളൊരു നീക്കമാണ് നടന്നതെന്നും ഇസ്രായേൽ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതിന് മറുപടിയായി പറഞ്ഞത് ലോകത്തെവിടെ ചെന്നും തങ്ങളുടെ എതിരാളികളെ വകവരുത്താൻ കഴിവുള്ള ഒരു സൈന്യമാണ് തങ്ങൾ എന്നുകൂടി പറയുമ്പോൾ കൃത്യമായി തന്നെ ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണത്. ലോകത്തെവിടെ ചെന്നും തങ്ങളുടെ എതിരാളികളെ വകവരുത്താൻ കഴിയുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് പറഞ്ഞത്. അത് ലോകത്തിന് തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണെന്നും ഈ നസറുള്ളയുടെ മരണത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഈ ഹിസ്ബുള്ള ഒന്ന് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ യമൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ആക്രമണം ഘടിപ്പിക്കാനാണ് ഇറാൻ്റെ ലക്ഷ്യമെന്നുകൂടി ഇസ്രായേൽ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഡയറക്റ്റ് ഇറാന് എതിരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതികരണങ്ങൾ ഏറെയുമെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണം വളരെ ഗൗരവമായി തന്നെ ഇസ്രായേൽ കാണുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇത് ഹൂത്തികൾക്ക് നേരെ ഒരു ആക്രമണവും തുടർന്ന് ഇറാന് നേരെയുള്ളൊരു പ്രത്യാക്രമണത്തിനും സാധ്യതകളും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.